ഹായ് മക്കളെ, 30%, അതായത് ഏകദേശം 30% കുട്ടികളാണ് ഇത്തവണ നീറ്റിന് വേണ്ടി റിപ്പീറ്റ് ചെയ്തിട്ട് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം JEE ക്ലിയർ ചെയ്തിട്ട് NIT കാലിക്കറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, രാവും പകലും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും JEE മെയിൻസിനും JEE അഡ്വാൻസിനും വേണ്ടിയിട്ടൊക്കെ എന്താണ് കലക്കുടിച്ച മക്കളെയാണ് വെറും ഫിസിക്സും കെമിസ്ട്രിയും മാത്രം ആയുധമായിട്ടുള്ള നീറ്റിലെ പയ്യന്മാരും എന്താണ് പെൺകുട്ടികളും കടത്തി വെട്ടിയിട്ടുള്ളത്. എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? എന്താണ് സംഭവിച്ചിരുന്നത്? ആൻസർ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒരൊറ്റ സബ്ജക്റ്റ്, അതിൻ്റെ പേരാണ് കെമിസ്ട്രി. അതായത് നീറ്റിൻ്റെ കുട്ടികൾ ഒരു സംശയം വേണ്ട, 100% എന്ത് ചെയ്തിട്ടുണ്ടാവും, കെമിസ്ട്രി പോർഷൻസ് പഠിച്ചു തീർന്നിട്ടുണ്ടാവും. ആൻഡ് ആ കെമിസ്ട്രി പോർഷനിൽ നീറ്റിനേക്കാൾ തൊട്ടു മുകളിലോ മാത്രമാണ് JEE മെയിൻസിന് എക്സാമിൽ ചോദ്യം ചോദിക്കുന്നത്. അപ്പം എന്താ, ആ കെമിസ്ട്രിയിൽ ഫുൾ മാർക്കാണ് ചില കുട്ടികൾ സ്കോർ ചെയ്യുന്നത്. 100%ലാണ് ഒരുപാട് കുട്ടികൾക്ക് കെമിസ്ട്രിക്ക്. ആൻഡ് എജ്യൂപോർട്ടിലും നീറ്റിന് വേണ്ടി പഠിച്ച റിപ്പീറ്റ് ചെയ്ത നമ്മുടെ റംഷാദ് അടക്കമുള്ള ഒത്തിരി മക്കൾക്ക് എന്താണ് 98ഉം 99%ലും JEE മെയിൻസിന് കിട്ടാൻ പറ്റിയത് കെമിസ്ട്രിക്ക് അവർ ഫുള്ള് സ്കോർ ചെയ്തോണ്ടാ. അതേ സ്ഥാനത്ത് JEE മക്കളെ കേസിൽ എന്താ സംഭവിക്കുന്നതെന്നോ, അവർ മാത്സിലും ഫിസിക്സിലും മാർക്ക് കുറയുമ്പോൾ അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ട് ഏറ്റവും എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കെമിസ്ട്രി എന്താണ്, അവരുടെ ഫോക്കസ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ കെമിസ്ട്രിയിലും 5ഉം 6ഉം ചോദ്യങ്ങൾ അവർക്ക് അറിയാത്തത് വരികയാണ്. അപ്പം JEE മെയിൻസ് ക്ലിയർ ചെയ്തിട്ട് NITയിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യാത്ത 20 ചാപ്റ്റേഴ്സാണ് ഈ കെമിസ്ട്രിയിൽ വരുന്നത്. ആൻഡ് അതിന് ഈ അവസാന നിമിഷത്തിൽ സർ ഇനി എന്താ ഒരു പരിഹാരമെന്നാണ് നിങ്ങളെ ചോദ്യമെങ്കിൽ, ആ പരിഹാരവുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതായത് കെമിസ്ട്രിയിലെ മുഴുവൻ ചാപ്റ്റേഴ്സും 20 ചാപ്റ്ററുകളിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, 500 MCQകൾ, 500, 1ഉം 2ഉം 3ഉം അല്ല, 500 MCQകൾ നമ്മൾ എന്താണ് ഒരൊറ്റ ദിവസം സോൾവ് ചെയ്യാൻ പോവാണ്, ദ മെഗാ മാരത്തോണായിട്ട്. ആൻഡ് ഇത് നടക്കാൻ പോകുന്നത് എന്താ പറയുക, നിങ്ങൾ JEE എക്സാമിൻ്റെ തൊട്ട് തലേന്നോ അതിൻ്റെ മുന്നത്തെ ദിവസമല്ല, പകരം എന്താണ്, ഈ വരുന്ന ഞായറാഴ്ച ജാനുവരി 11 രാവിലെ 8 മണി മുതൽ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് അരങ്ങേറാൻ പോവാണ്. കെമിസ്ട്രിയിലെ മുഴുവൻ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ MCQകളും നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങൾ കെമിസ്ട്രി മിനിമം ഒരു ബോർഡ് എക്സാമിനെങ്കിലും നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് ഒന്ന് കണ്ടു നോക്കുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഇരിക്കുക. ഒരു പക്ഷേ എന്തായിരിക്കും, അത് പുതിയ ചരിത്രം രചിക്കാനായിരിക്കും. കാരണം കെമിസ്ട്രിയിൽ നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ. അതായത് മക്കളെ, സാറ്റർഡേ ജനുവരി 11 ഞങ്ങൾ വെച്ചത് 22-ാം തീയതിക്ക് പിന്നെയും ഒരു 10 ദിവസം കൂടി ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ഈ ശനിയാഴ്ച നിങ്ങൾക്ക് നന്നായി മനസ്സിലായാണെങ്കിൽ, മനസ്സിലാവാത്ത പോർഷൻസൊക്കെ 12-നും 13-നും 14-നൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കുത്തിരുന്ന് ആലോചിച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ ഒരു പക്ഷേ എന്തായിരിക്കും, നിങ്ങൾ പോലും ചിലപ്പോൾ ആ ഒരു സ്വപ്നം ഉപേക്ഷിച്ച് പോയ NITയിലെ ഒരു അഡ്മിഷൻ ആയിരിക്കും. സോ കേരളത്തിലെ ഏറ്റവും ബെസ്റ്റ് ഫാക്കൽറ്റീസ് ആ ഒരു സ്വപ്നം നിറവേറ്റാൻ വേണ്ടി ഈ ശനിയാഴ്ച എല്ലാം മറന്ന് നിങ്ങളുടെ മുന്നിൽ എത്താൻ പോവാണ്. 500 MCQയുമായിട്ട് മുഴുവൻ പാഠങ്ങളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം ദ ക്വസ്റ്റ്യൻ ഈസ് യുവേഴ്സ്. ആ ഒരു റിസ്ക് എടുത്ത് നോക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ലൈവിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോട്ടിഫൈ മീ കൊടുത്ത് ഫ്രണ്ട്സിനും ഷെയർ ചെയ്തിട്ട് പറ്റുവെച്ചാൽ ഒരു അലാറം വെക്കുക. ഈ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് നിങ്ങൾ ഉണ്ടാവണം. നമുക്ക് എന്ത് ചെയ്യാം, തകർത്ത് പൊളിച്ചടക്കിയിട്ട് എന്ത് ചെയ്യാം, മുഴുവൻ ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യാം, ശനിയാഴ്ച രാവിലെ 8 മണിക്ക് കാണാം. ബൈ.